നമസ്കാരം, ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുജിത്ത്. കിടങ്ങൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളും വ്യത്യസ്തങ്ങളായ പരിപാടികളുടെ വായനാ ദിനം ആഘോഷിച്ചു. നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ എന്ന് സുകുമാർ അഴീക്കോട് വിശേഷിപ്പിക്കുന്ന PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി കിടങ്ങൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളും വ്യത്യസ്തങ്ങളായ പരിപാടികളുടെ അകമ്പടിയോടെ ആഘോഷിച്ചു. എഴുത്തുകാരനും ആത്മീയാചാര്യനുമായ ഫാദർ ഡാനി കപ്പൂച്ചിൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ലോക്കൽ സുപ്പീരിയർ സിസ്റ്റർ എമിൽ ജോസ് അധ്യക്ഷത വഹിക്കുകയും പ്രധാന അധ്യാപിക സിസ്റ്റർ ലളിത ട്രിസ, PTA പ്രസിഡന്റ് TV ജോൺസൺ എന്നിവർ ആശംസകൾ അറിയിക്കുകയും ചെയ്തു. പ്രധാന അധ്യാപിക സിസ്റ്റർ ലളിത ട്രിസയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ കലാപരിപാടികൾ, പുസ്തകം എന്റെ ചെങ്ങാതി, കാർട്ടൂൺ, പോസ്റ്റർ, ടാബ്ലോ, ബുക്ക് മാർക്ക് തുടങ്ങിയ മത്സരങ്ങളും വായനയുമായി ബന്ധപ്പെട്ട ക്ലാസ്, പുസ്തക പ്രദർശനം എന്നിവ നടത്തുകയുമുണ്ടായി. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 കേരള ഗവൺമെന്റ് വായനാ ദിനമായി ആചരിക്കുന്നു. ജഗദീശ്വര വായനയിലൂടെയും ഡിജിറ്റൽ വായനയിലൂടെയും വായിച്ചു വളർന്ന് ഭാരതത്തിന്റെ ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ തുടച്ചു നീക്കുവാൻ കഴിയുന്ന വിധം പരിശ്രമിക്കും.
അവർ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവരൊക്കെ അവരുടെ വേഷം ചെയ്യുന്നത്. മരിച്ചുപോയ നമ്മൾ ആരും അറിയാത്ത ഒരാളുടെ വേഷം കെട്ടിക്കൊണ്ടിരുന്ന ഇവരെ ആളുകൾ. അപ്പോൾ ഇതുകൊണ്ട് അവരെ ആദരിക്കാൻ വേണ്ടി ഒരു വേഷം കെട്ടിലാണ്. പിന്നെ അവർ ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ചില ആൾക്കാർക്ക് മരണമില്ല. അവർ ജീവിച്ചിരിക്കുന്നത് അവരുടെ അക്ഷരങ്ങളിലൂടെ, അവരുടെ ചിന്തകളിലൂടെയാണ്. അപ്പൊ അക്ഷരങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടെ അക്ഷരങ്ങളിൽ യുവസിദ്ധയിലൂടെ ഈ വായനാ ദിനം ഒക്കെ നമ്മൾ ആചരിക്കുമ്പോൾ, ഉദ്ഘാടനം ചെയ്യുമ്പോൾ, നമ്മൾ ഈ എഴുത്തുകാരെയൊക്കെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള കാര്യം ഇതാണ്. ഒരു പുതിയ തലമുറയുടെ വെളിച്ചം, ജീവിത വെളിച്ചം അവർ വെളിച്ചെടുത്ത് പോകുന്നതാണ്. അപ്പൊ നമ്മൾ വായനാ ശീലത്തെ കുറിച്ചുള്ള ബഹുമാന്യരായ കവിയുടെ കവിയത്രിയുടെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഹൗ ആർ യു? ഈ യോഗത്തിൽ അധ്യക്ഷത നൽകിയിരിക്കുന്ന വിദ്യാലയത്തിന്റെ ലോക്കൽ മാനേജർ സിസ്റ്റർ എമിൽ ജോസ്, മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിനായി നമ്മളോടൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ. നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ജൂൺ 19 വായനാ ദിനം. ഇത് നമ്മളുടെ സ്കൂളിൽ മാത്രമല്ല എല്ലായിടത്തും ഈ ദിവസം വായനാ ദിനമായി ആചരിക്കുകയാണ്. ഈ വായനാ ദിനത്തെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഞാൻ തന്നെ എഴുതിയ ഒരു പ്രാർത്ഥന കാലത്തിൻ്റെ ഒരു വരിയാണ്. അതിങ്ങനെയാണ്: വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്കമാലി TV ജംഗ്ഷനിൽ കുട്ടിക്കൊപ്പായം എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കുട്ടികൾക്കായി വിസ്മയം തീർത്തിരിക്കുന്ന ഷോപ്പിൽ കിഡ്സ് ഡ്രസ്, കിഡ്സ് കോസ്മെറ്റിക് ഐറ്റംസ് ആൻഡ് ടോയ്സ് എന്നിവ ആകർഷകമായ വിലയിൽ ഒരുക്കിയിരിക്കുന്നു. TV ജംഗ്ഷൻ അങ്കമാലി, നിയർ ജൻ ഔഷധി. ഫോൺ നമ്പർ 8075851287. നമ്മുടെ കയ്യിലുള്ള ബുക്ക് ഉപയോഗിച്ചല്ല നമ്മൾ വായിക്കുന്നത്, ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും വായിക്കുന്നത്. അതിപ്പോൾ ഗൂഗിൾ ആയിക്കോട്ടെ, ഏത് ആപ്പിലും നമുക്ക് ഈ റീഡിങ് ചെയ്യാൻ പറ്റും. ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് സ്റ്റോറി നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അതേപോലെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്സ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അതാണ് ഈ റീഡിങ്. വീണ്ടും കാണാം. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയരെ, മൂക്കന്നൂർ MAGJ ആശുപത്രിയിൽ നിന്നും സ്നേഹാശംസകൾ. ഈ വരുന്ന ജൂൺ 10 മുതൽ 30 വരെ ഇവിടെ സൗജന്യ ശ്വാസകോശ രോഗനിർണയ ക്യാമ്പ് നടക്കുകയാണ്. ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യ കൺസൾട്ടേഷനും പൾമനോളജി ഫങ്ഷൻ ടെസ്റ്റും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. ഈ ക്യാമ്പിൽ പങ്കെടുത്ത് പരമാവധി ഇതിൻ്റെ പ്രയോജനം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു.